നമസ്കാരം. മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്നതിന് വളരെ എളുപ്പത്തിലും ശരിയായ രീതിയിലും ഹൂപ്പിൽ എങ്ങനെയാണ് തുണി ഉറപ്പിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ഇതാണ് എംബ്രോയിഡറി ഹൂപ്പ്. ഇതൊരു വുഡൻ ഹൂപ്പാണ്. ഇത് 2 ഹൂപ്പുകൾ അല്ലെങ്കിൽ സർക്കിളുകൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് അഴിച്ചിട്ട് പുറത്തെടുക്കാം. 2 സർക്കിളും സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഹൂപ്പിൻ്റെ ഉള്ളിൽ ഒന്ന് ഫിക്സ് ചെയ്തിട്ട്, അപ്പോൾ കണ്ടോ ഇവിടെ നല്ല വിടവ് കാണും. നമുക്കതൊന്ന് ടൈറ്റ് ചെയ്ത് വിടവ് ഇല്ലാതെയാക്കാം. കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് സാധാരണ തുണികൾക്ക് നമ്മളിങ്ങനെ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ടൈറ്റ് ചെയ്തത് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് എടുത്തിട്ട് നമുക്ക് എംബ്രോയിഡറി ചെയ്യാനുള്ള തുണി വലിയ ഹൂപ്പ് വെച്ചിട്ട് എംബ്രോയിഡറി ചെയ്യാനുള്ള തുണി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിക്കാം. എന്നിട്ട് ചെറിയ ഹൂപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യും. ഇപ്പോൾ ഹൂപ്പ് റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഹൂപ്പിൽ തുണി നല്ല ടൈറ്റായിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മളിങ്ങനെ തുണി പുറത്തോട്ട് വലിച്ച് ഫിക്സ് ചെയ്യാം. ആവശ്യമാണെങ്കിൽ നന്നായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തുണി വലിക്കുകയാണെങ്കിൽ നന്നായിട്ട് ടൈറ്റായി കിട്ടും. ഇതുപോലെ നന്നായി ടൈറ്റായിട്ടിരിക്കണം എംബ്രോയിഡറി ചെയ്യാനുള്ള ഹൂപ്പിൽ ഉറപ്പിച്ച തുണി. കനം കുറഞ്ഞ തുണിയാണെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. നന്നായിട്ട് മുറുക്കി തന്നെ ടൈറ്റ് ചെയ്യണം. കൂടാതെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ കനം കുറഞ്ഞ തുണിയുടെ അടിയിൽ ഒരു പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എംബ്രോയിഡറി ചെയ്യുന്നത് തുണി ചുളുങ്ങി പോകാതെ ഇരിക്കാനായിട്ട് സഹായിക്കും. നിങ്ങളുടെ കയ്യിൽ സ്റ്റെബിലൈസർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതിന് കുറച്ച് വില കൂടുതലായതുകൊണ്ട് ഞാൻ സാധാരണയായിട്ട് പേപ്പർ ഉപയോഗിച്ചാണ് കാണിക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഉൾവശത്താണ്. ഇങ്ങനെ തുണി ഫിക്സ് ചെയ്തതിന് ശേഷം സർക്കിളിൻ്റെ അടിവശത്ത് ഞാനത് മെഷീനിൽ വെച്ച് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ഉൾവശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഹൂപ്പിൽ തുണി ഉറപ്പിച്ചിട്ട് അതിൻ്റെ ഈ വശത്താണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുക. എന്നാൽ മെഷീൻ എംബ്രോയിഡറിയിൽ നമ്മൾ ഉൾവശത്താണ് എംബ്രോയിഡറി ചെയ്യുന്നത്. കാരണം മെഷീൻ്റെ സ്റ്റിച്ച് വരുന്നത് അതിൻ്റെ ബോർഡിനോട് ചേർന്ന് അടിവശത്താണ്. ബോർഡിനോട് അടുത്ത സ്ഥലത്തായിട്ടാണ് സ്റ്റിച്ച് വരുന്നത്. അതുകൊണ്ട് നമ്മൾ തുണി മെഷീൻ ബോർഡിനോട് ചേർന്ന് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന വ്യത്യാസമായിട്ട് മെഷീൻ എംബ്രോയിഡറിയിൽ തിരിച്ചാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാറുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി നൽകുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കടന്നു വരാം. നന്ദി.